ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ സുരക്ഷിതമാക്കുന്നതിലേക്കായി RBI നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയൊരു സംവിധാനമാണ് കാർഡ് ടോക്കണൈസേഷൻ. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ സംവിധാനമാണിത്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഓൺലൈൻ പണമിടപാടുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകൾക്ക് ടോക്കണൈസേഷൻ എന്ന പുതിയ സമ്പ്രദായം RBI കൊണ്ടുവന്നിരിക്കുന്നത്. 2022 ജനുവരി 1 മുതൽ തന്നെ ഈ പുതിയ സമ്പ്രദായം നിലവിൽ വരുന്നതാണ്. ഇ-കൊമേഴ്സ് സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയ്ക്ക് മാത്രമല്ല, വെർച്വൽ വാലറ്റുകളായ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ടോക്കണൈസേഷൻ ബാധകമാണ്. എന്താണ് കാർഡ് ടോക്കണൈസേഷൻ? ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്കായി നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. അതായത് കാർഡിന്റെ നമ്പർ, അതിന്റെ വാലിഡിറ്റി, ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉപഭോക്താവിന്റെ പേര് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ ആ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിൽ സ്ഥിരമായി രേഖപ്പെടുത്തിയിരിക്കും. ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് പേയ്മെന്റ് നടത്തുന്നതിലേക്ക് നമ്മൾ നമ്മുടെ കാർഡിലെ CVV നമ്പറോ മൊബൈലിൽ ലഭിക്കുന്ന OTP നമ്പറോ മാത്രം എൻ്റർ ചെയ്താൽ മതി. മറ്റുള്ള ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ട. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ കാർഡിന്റെ നമ്പറും വാലിഡിറ്റിയും മറ്റു ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിൽ സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനാൽ മൊബൈലിൽ ലഭിക്കുന്ന OTP നമ്പർ എൻ്റർ ചെയ്യുന്നതോടെ തന്നെ പേയ്മെന്റ് ആവുകയും ചെയ്യും. ഓൺലൈൻ പേയ്മെന്റ് നടത്തപ്പെടുന്ന എല്ലാ വെബ്സൈറ്റുകളിലും ഇത്തരത്തിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ അവർ സൂക്ഷിക്കാറുണ്ട്. പേയ്മെന്റ് വളരെ എളുപ്പത്തിൽ നടത്താനാകും എന്നതാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രയോജനം. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ എൻ്റർ ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു നേട്ടം. എന്നാൽ ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ ഡെബിറ്റ് കാർഡിന്റെയോ ക്രെഡിറ്റ് കാർഡിന്റെയോ വിശദാംശങ്ങൾ ഓരോ വെബ്സൈറ്റുകളും സൂക്ഷിക്കുന്നതിലൂടെ ആ വിവരങ്ങൾ ചോർന്നു പോകാനും ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാനുമുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് RBI പുതിയ കാർഡ് ടോക്കണൈസേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. 2022 ജനുവരി 1 മുതൽ കാർഡ് ടോക്കണൈസേഷൻ സമ്പ്രദായം നിലവിൽ വരുമെന്നാണ് RBI അറിയിച്ചിട്ടുള്ളത്. ഈ സമ്പ്രദായം നിലവിൽ വരുന്നതോടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളിലെ വിശദാംശങ്ങളൊന്നും തന്നെ വെബ്സൈറ്റുകൾക്ക് സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പകരം അത്തരം കാർഡുകളിലെ ഡീറ്റെയിൽസ്, ആ കാർഡിന്റെ പേയ്മെന്റ് നടത്തുന്നതിനെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായേ മതിയാവൂ. എന്നാൽ ആ കാർഡിന്റെ ഡീറ്റെയിൽസ് അതേപടി അവർ സൂക്ഷിക്കില്ല. പകരം കാർഡിലെ വിവരങ്ങളെല്ലാം തന്നെ ഒരു ടോക്കൺ ആക്കി, അഥവാ ഒരു പ്രത്യേക കോഡാക്കിയായിരിക്കും വെബ്സൈറ്റുകൾ അവർ സൂക്ഷിക്കുക. കാരണം പേയ്മെന്റ് നടത്തുന്നതിനായി കാർഡിന്റെ ഡീറ്റെയിൽസ് ആവശ്യമാണ്. എന്നാൽ കാർഡിന്റെ ഡീറ്റെയിൽസ്, നമ്പർ, പേര്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അതേപടി തന്നെ വെബ്സൈറ്റുകൾ സൂക്ഷിക്കില്ല. പകരം അതൊരു കോഡാക്കി അവരുടെ വെബ്സൈറ്റുകൾ സൂക്ഷിക്കുമെന്ന് മാത്രം. അതുവഴി എളുപ്പത്തിൽ തന്നെ നമുക്ക് പേയ്മെന്റ് പഴയതുപോലെ നടത്താനും സാധിക്കും. ഇതാണ് പുതിയ കാർഡ് ടോക്കണൈസേഷൻ സംവിധാനം. 2022 ജനുവരി മുതൽ വെബ്സൈറ്റുകൾ നിങ്ങളുടെ കാർഡിന്റെ വിശദാംശങ്ങൾ, ഡെബിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നതിന് പകരം ടോക്കൺ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ അനുമതി നൽകേണ്ടതുണ്ട്. അതായത് കാർഡ് ടോക്കണൈസേഷൻ സമ്പ്രദായം ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ അനുമതി ആവശ്യമാണ്. കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളായ വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയവയാണ് കാർഡിലെ വിശദാംശങ്ങൾക്ക് പകരം ടോക്കൺ നൽകുന്നത്. ഇതിലേക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഉൽപ്പന്നം വാങ്ങിയ ശേഷം പേയ്മെന്റ് നടത്തുമ്പോൾ ടോക്കണൈസേഷനുള്ള അനുമതി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കുന്നതോടെ കാർഡിലെ വിശദാംശങ്ങൾക്ക് പകരം ഒരു ടോക്കൺ ആയിരിക്കും, ഒരു പ്രത്യേക കോഡായിരിക്കും ഈ കമ്പനികൾ ആ വെബ്സൈറ്റുകൾക്ക് നൽകുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ടോക്കൺ അഥവാ കോഡ് മാത്രമേ ആ വെബ്സൈറ്റുകൾക്ക് അവരുടെ സൈറ്റിൽ സ്ഥിരമായി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാർഡ് ടോക്കണൈസേഷൻ നിലവിൽ വരുന്നതോടെ ഓരോ കാർഡിനും ഓരോ വെബ്സൈറ്റിലും വ്യത്യസ്ത ടോക്കണുകളായിരിക്കും നിലവിൽ വരിക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് ആമസോണിൽ ഒരു ടോക്കൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ അതിന് മറ്റൊരു ടോക്കൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്വിഗ്ഗിയിൽ മറ്റൊരു ടോക്കൺ ആയിരിക്കും ആ കാർഡിന് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഓരോ വെബ്സൈറ്റുകളിലും ഒരു കാർഡിന്, ഒരു ഉപഭോക്താവിന്റെ ഒരു ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ പല വെബ്സൈറ്റുകളിലും പല ടോക്കണുകളായിരിക്കും ലഭിക്കുന്നത്. ഇതിലൂടെ കാർഡിലെ വിവരങ്ങൾ സൈബർ തട്ടിപ്പുകാർക്ക് ചോർത്തിയെടുക്കാനാവില്ലെന്ന് മാത്രമല്ല, അതിലൂടെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്യപ്പെടുന്നു. 2022 ജനുവരി മുതൽ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ കാർഡ് ടോക്കണൈസേഷനുള്ള ഓപ്ഷൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ ആ ഒരു രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പഴയ രീതി തന്നെ നിങ്ങൾക്ക് തുടരുകയും ചെയ്യാം. അതായത് ഓരോ പേയ്മെന്റ് സമയത്തും നിങ്ങളുടെ കാർഡിന്റെ വിശദാംശങ്ങൾ, നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ എൻ്റർ ചെയ്യണം. അങ്ങനെ പേയ്മെന്റ് നടത്താം. എന്നാൽ ആ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റ് സൂക്ഷിക്കുകയില്ല. അടുത്ത ഒരു പേയ്മെന്റ് നടത്തേണ്ട സമയത്തും ഇതുപോലെ തന്നെ കാർഡിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്യേണ്ടി വരും. 2022 ജനുവരി മുതൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ, അതായത് കാർഡിന്റെ നമ്പർ, കാർഡിന്റെ വാലിഡിറ്റി, കാർഡിലെ ഉപഭോക്താവിന്റെ പേര് തുടങ്ങിയ വിശദാംശങ്ങളൊന്നും തന്നെ ഓൺലൈൻ പേയ്മെന്റിനായി വെബ്സൈറ്റുകൾക്ക് സ്ഥിരമായി സൂക്ഷിക്കാനാകില്ല. ഇത്തരം വിശദാംശങ്ങളൊക്കെ സൂക്ഷിക്കാനാകുന്നത് രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ്. ഒന്ന് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്കും, രണ്ട്
കാർഡ് നൽകുന്ന ബാങ്കിന് മാത്രമേ ആ കാർഡിന്റെ വിശദാംശങ്ങൾ സൂക്ഷിക്കാനുള്ള അധികാരം RBI നൽകിയിട്ടുള്ളൂ. ഓൺലൈൻ പേയ്മെന്റുകൾക്ക് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾക്ക് മാത്രമല്ല വെർച്വൽ വാലറ്റുകൾക്കും ഒക്കെ തന്നെ ഇനി മുതൽ കാർഡിന്റെ ഡെബിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ സൂക്ഷിക്കാനാവില്ല. അവയൊക്കെ കാർഡ് ടോക്കണൈസേഷൻ എന്ന സമ്പ്രദായത്തിലേക്ക് മാറുന്നതാണ്. ഓൺലൈൻ പേയ്മെന്റ് രംഗത്ത് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുതിയ സമ്പ്രദായം തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.